സർ, ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹൗർ റാണ കേരളവുമായി എന്താണ് ബന്ധം? കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ എത്തി എന്നുള്ളൊരു വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ ബന്ധങ്ങൾ ഇയാൾക്ക് കാണും? തീർച്ചയായിട്ടും കാണും. ഇവിടെ അമേരിക്കയിൽ പോയി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ലോക്നാഥ് ബെഹ്റ തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷിപ്പ്യാർഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതുപോലെ തന്നെ ഓയിൽ റിഫൈനറീസ്, ഇങ്ങനെ പല സ്ഥാപനങ്ങളും ഉള്ള ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശമാണ് എറണാകുളം അല്ലെങ്കിൽ കൊച്ചി. പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നടക്കുമ്പോൾ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ബോംബിട്ട സ്ഥലങ്ങളിലൊന്നാണ്. അവിടുത്തെ ഓയിൽ റിഫൈനറിക്കടുത്താണ് ബോംബിട്ടത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് പൊട്ടാത്ത ബോംബായതുകൊണ്ട് മാത്രമാണ് വലിയൊരു അത്യാഹിതം അന്ന് ഒഴിവാക്കപ്പെട്ടത്. അതുപോലെ തിരുവനന്തപുരം, എറണാകുളം, മുംബൈ എല്ലാം ഈ ഒരേ അറബിക്കടലിന്റെ തീരങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവിടെയൊക്കെ അടുത്ത ഒരു പദ്ധതി പ്ലാൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ പദ്ധതി ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടിയായിരുന്നു ഇതൊക്കെ എന്നുള്ളത് അറിയില്ല. പല സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട നഗരങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലെ ഒരു കീ ഡെസ്റ്റിനേഷനായിട്ട് അദ്ദേഹം എറണാകുളത്തെ അല്ലെങ്കിൽ കേരളത്തെ തന്നെ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാലം ഇവിടുത്തെ അതീവ സുരക്ഷ, അതായത് ഭീകരവാദികൾക്ക് കിട്ടുന്ന അതീവമായിട്ടുള്ള പ്രോത്സാഹനവും സുരക്ഷയും. അപ്പൊ പിന്നെ അതുപോലെ സഹായിക്കാനുള്ള ആളുകൾ, കാശ്മീരിലേക്ക് റിക്രൂട്ട്മെന്റുകൾ, ഭീകരവാദികൾക്ക് റിക്രൂട്ട്മെന്റ് വരെ നടന്ന സ്ഥലമാണല്ലോ. IS വേണ്ടി റിക്രൂട്ട്മെന്റ് നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതൊക്കെ നടക്കാനുള്ള സാഹചര്യം എല്ലാം വളരെ സൗകര്യപൂർവ്വമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഈ ഭീകരവാദത്തിന് നല്ല വളം കിട്ടുന്ന ഒരു മണ്ണാണ്, വളക്കൂറുള്ള മണ്ണ്. ഇതിലെ ജനാധിപത്യം തന്നെ നല്ല വളക്കൂറ് കൊടുക്കുന്നു. മാത്രമല്ല കൊച്ചി തിരുവനന്തപുരം ബേസ് എന്ന് പറയുമ്പം തീരപ്രദേശവുമായി അടുത്ത് നിൽക്കുന്ന, അപ്പൊ വന്നത് ഈ പറഞ്ഞതുപോലെ കടൽ മാർഗം വഴിയാവാനും സാധ്യതയില്ലേ? അദ്ദേഹം വന്നത് വിമാനം വഴിയാണ്, വിമാനത്തിൽ കൂടി സഞ്ചരിച്ചിട്ട് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ ഇവര് തഹൗർ റാണയുടെ എന്ന് പറഞ്ഞ പ്ലോട്ട് ചെയ്യുക, അവരുടെ മാപ്പുകൾ, പടങ്ങളൊക്കെ ചിത്രീകരിച്ച് ഈ ഭീകരവാദികൾക്ക് എങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യണം ഭീകരാക്രമണം എന്ന് പ്ലാൻ ചെയ്യുക. അദ്ദേഹം അങ്ങനെ പ്ലാൻ കൊടുത്ത അതേ പ്ലാനിൽ തന്നെയാണ് അവർ മുംബൈയിലെ, നമ്മൾ അറിയാവുന്നതുപോലെ ഇതെല്ലാം പ്ലാനിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. CST റെയിൽവേ സ്റ്റേഷൻ, അതായത് ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ താജ് ഹോട്ടൽ കടൽത്തീരത്ത് തന്നെ, അത് അറബിക്കടലിന്റെ തീരത്ത്. സാധാരണ നമ്മളൊക്കെ കണ്ടിട്ടുള്ള കൊള്ളക്കാർക്കും തീവ്രവാദികൾക്കും ഒക്കെ കടൽ ഒരു ഇവരുടെ പ്രധാനപ്പെട്ട ആക്സസ് പോയിന്റ് ആണ്. പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടത്താൻ. അതെ അതെ, തിരമാലകളുടെ തലോടലേറ്റ് നിൽക്കുന്ന ഒരു ഹോട്ടലാണ് അത് താജ് ഹോട്ടൽ. അതുപോലെ ഒബറോയ് തീരത്ത് തന്നെയാണ്. ട്രൈഡന്റ് ടാറ്റയുടെ തന്നെയാണത് ഹോട്ടലുകൾ എന്നിവിടങ്ങളിലായിരുന്ന ആക്രമണം നടന്നത്. എത്ര ദിവസം നീണ്ടു? 2 രാത്രിയും 3 പകലും. അപ്പൊ എന്തൊരു പ്ലാനിങ് ആണ്. ഇന്ത്യയുടെ പട്ടാളം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ പട്ടാളക്കാരുള്ള ഒരു രാജ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ 2 പകലും 1 രാത്രിയും അവർ നിന്ന് വിലസി നഗരത്തിൽ കാണുന്നവരെ എല്ലാം വെടിവെച്ചു. ആ വെടിവെച്ച കൂട്ടത്തിലുണ്ട് ദേവിക എന്ന് പറയുന്നൊരു കുട്ടി. അന്ന് 9 വയസ്സ്, ഇന്നിപ്പോ 26 വയസ്സ്. ഇപ്പൊ പൂനെയിലുണ്ടത്. ആ കസാബ് എന്ന് പറയുന്നവൻ കിടന്നുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കാലിൽ വെടിവെച്ചു. ഇന്ന് കാലറ്റ് പോയി, ഇന്ന് ജീവനോടെ, പക്ഷെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, ജീവനോടെ ഇന്നും ആ കുട്ടിയുണ്ട്. അതുപോലെ തന്നെ ഈ ഇവരെ ആക്രമിക്കാൻ 11 പേരെ കൊന്നു. 12ാമതനാണ് കസബ്, അവൻ മാത്രം ആണെന്ന് രക്ഷപ്പെട്ടത്. ഈ 11 പേരെയും കൊന്നത് സ്വയം രക്തസാക്ഷിത്വം വരിച്ച ഇന്ത്യയുടെ പട്ടാളക്കാരോ പോലീസുകാരോ ആണ്. സ്വയം മരിക്കാൻ വേണ്ടി തയ്യാറായി, ഇവനോട് പോരാടാൻ തയ്യാറായിട്ട് മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പോയ ധീര ജവാന്മാരോ അല്ലെങ്കിൽ പോലീസുകാരോ ആണ് അത് ചെയ്തത്. 11 പേര്. അതിലൊരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരനാണ് കസബിനെ പിടികൂടിയത്. അവൻ കീഴടങ്ങി എന്നുള്ള മട്ടിൽ തറയിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ കയറി പിടിക്കാൻ ചെന്നു. തോക്കുമായിട്ടാണ് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളൊരൊറ്റ വെടി. കസാബ് കിടന്ന തുണിയിൽ നിന്ന് തോക്കെടുത്തുകൊണ്ട് മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. ഒരൊറ്റ വെടി അടിവയറ്റിലാണ്, മരിച്ചുപോയി. പക്ഷെ പിടികൂടാൻ അത് സഹായകമായി. അദ്ദേഹം അവിടെ അത്ര അടുത്ത് എന്നതുകൊണ്ട് ഇവർക്ക് പിടികൂടാൻ സഹായം. അങ്ങനെയാണ് കസാബ് പിടിയിലാവും. അങ്ങനെ വലിയ സംഭവ പരമ്പരകളൊക്കെ നടന്ന് അത്ര ആസൂത്രണം ചെയ്ത്, പക്കയായിട്ട് ആസൂത്രണം ചെയ്ത് അവരെ ആർക്കും ഒന്നും തൊടാൻ പറ്റത്തില്ലെന്നൊരു അവസ്ഥ സൃഷ്ടിക്കുക. അതിനാവശ്യമായ പ്ലാൻ തയ്യാറാക്കുക. ഇതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തയ്യാറാക്കിക്കൊണ്ട് അവിടെ ഇദ്ദേഹം കൈവച്ചിരിക്കുക അല്ല,
ISIക്ക് കൊടുക്കും. ഈ പ്ലാൻ കുറ്റമാറ്റതാണെന്ന് കഴിഞ്ഞ് ISI അത് പാക് പട്ടാളത്തിന് കൊടുക്കും. പട്ടാളക്കാർ ഭീകരരിലെത്തിക്കും. അങ്ങനെയാണ് ഈ കാര്യം നടന്നിട്ടുള്ളത്. വലിയ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് അന്ന് നിസ്സഹായമായിട്ട് നോക്കിയിരുന്നു. എന്ന് മാത്രം ഇത്ര വർഷം അവർ 2014 വരെ ഭരിച്ചു. അതുവരെ ഈ റാണയെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയാന്ന് പറഞ്ഞു മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതിന്റെ പിന്നിലെ ബുദ്ധിയാരും അവനെ ഈ നാട്ടിൽ കൊണ്ടുവന്നിരിക്കും. ആ ബുദ്ധിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് തടസ്സമായിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പ്രായമായി 64 വയസ്സായി, എനിക്ക് പാർക്കിൻസൺസ് രോഗമുണ്ട്, മറ്റനവധി രോഗങ്ങളുണ്ട്, ഇന്ത്യയിലെ ജയിലെന്ന് പറയുന്നത് കൊലയറയാണ് എന്നുള്ള ന്യായീകരണം. അപ്പൊ ഇദ്ദേഹത്തിന് അവിടെ മുംബൈ ഒരു കൊലയറയാക്കുന്നതിന് 194 പേരെ 166 പേരെ കൊല്ലുന്നതിന് യാതൊരു മടിയുമില്ലായിരുന്നു. പരിക്കേറ്റവർ വേറെ നിരവധി പേര്, അതിൽ പലരും മരിച്ചിട്ടുണ്ട് പിൽക്കാലത്ത്. അതിൻ്റെ ഒന്നും കണക്ക് നമ്മളിപ്പോൾ പറയുന്നില്ല. പക്ഷെ എത്ര പേരാണ് ഇത് കണ്ട ദുരന്തം കണ്ടുകൊണ്ട് ഞെട്ടി മുംബൈ പോലൊരിടത്ത് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞ സ്വന്തം വീട്ടിൽ ഇങ്ങനെ നടക്കുന്നത് പോലെ കണ്ട് സഹിക്കാൻ വയ്യാതെ കരഞ്ഞു പോയിട്ടുള്ളവര്, തകർന്നു പോയിട്ടുള്ളവര്, ഹൃദയം തകർന്നു പോയിട്ടുള്ളവർ എത്ര പേരാ? കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട നഗരം മുംബൈ എന്ന് പറഞ്ഞാൽ ആര് താമസിച്ചാലും, സിനിമാ നടന്മാരായാലും വ്യവസായികളായാലും രാഷ്ട്രീയക്കാരായാലും അവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന നഗരം. ഇപ്പൊ NIA കസ്റ്റഡിയിലാണ് റാണ. അപ്പൊ വീണ്ടും പലർക്കും സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുപോലെ US തീറ്റിപ്പോറ്റിയതുപോലെ റാണയെ വീണ്ടും ഇന്ത്യയിൽ തീറ്റിപ്പോറ്റുമോ? അല്ല, അതിനുള്ള സാധ്യത. അതെ, റാണയ്ക്ക് ഇപ്പൊ ജാമ്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വരും. ഇപ്പൊ ആളൂരിനെ ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ ആളൂർ വന്നില്ലേ, അതുപോലെ അതിനു വേണ്ടിയിട്ടും വരും. തീർച്ചയായിട്ടും വരും. അതിന് പറ്റിയ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷക കേസരികളൊക്കെ ധാരാളമായിട്ട് നമുക്കുണ്ട്. അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാദവുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ മുംബൈയില് മരിച്ച ഈ 166 പേരുടെ മനുഷ്യാവകാശങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷെ റാണയുടെ മനുഷ്യാവകാശം വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. കസാബിന്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചിരുന്നല്ലോ. കസാബിന് വക്കീലിനെ വിട്ടുകൊടുക്കണമെന്ന് വാദിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ വാദിച്ച് ആ വക്കീലും കൂടെ വാദിച്ചതിന് ശേഷമാണ് വധശിക്ഷ നമ്മൾ നടപ്പാക്കിയത്. അതുപോലെ ഈ റാണയുടെ കാര്യത്തിലും നമ്മൾ അവസാനമായിട്ട് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ തന്നെയാണ്. പക്ഷെ അതിന് തടസ്സവാദങ്ങൾ ഇന്ത്യയിലുണ്ടാകും. കാരണം ഇന്ത്യ പോലൊരു രാജ്യം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായതുകൊണ്ട് ഇത് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഈ ജനാധിപത്യത്തിന്റെ ഈ അമൃതസുധ അമൃതം അനുഭവിച്ചുകൊണ്ട് തന്നെ ആൾക്കാർ ഇന്ത്യയിൽ ജനാധിപത്യ അവകാശങ്ങൾ ഉല്ലംഘിക്കപ്പെടുന്നുവെന്ന് അത് നുണഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന നുണയന്മാരും ഉണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നുള്ളൊരു വൈരുദ്ധ്യവും കൂടി നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പൊ 12 ദിവസത്തെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ തിഹാർ ജയിലിലുണ്ട്. ചോദ്യം ചെയ്യൽ ഇപ്പൊ തീർച്ചയായിട്ടും നടക്കുകയായിരിക്കും. പല തെളിവുകളും കിട്ടും. അതുകൂടാതെ പല കൊറാബറേറ്ററി എവിഡൻസുകളും NIA പക്കലുണ്ട്. അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലൊരു കുറ്റപത്രം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചെയ്യലിൽ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിൽ ആരൊക്കെ സഹായിച്ചു, തിരുവനന്തപുരത്ത് വന്നിരുന്നോ, അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ പുറത്തു വരും. തീർച്ചയായിട്ടും എല്ലാം പുറത്തു വരും. എല്ലാം പുറത്തു വരും. നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന എവിഡൻസ് എന്ന് പറഞ്ഞാൽ ആൾറെഡി എന്ന് പറയുന്നത് മെയിൽ അയച്ചതാണ്. അതെ, ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇദ്ദേഹം അയച്ച മെയിലാണ് നമ്മുടെ എവിഡൻസ് എന്ന് പറയുന്നത്. അതുപോരാ, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനും കൊറാബറേറ്റ് ചെയ്യാനും വേണ്ടിയുള്ള എല്ലാ എവിഡൻസുകളും ഈ ഒരു പുറത്ത് സഹായമില്ലാണ്ട് കൊച്ചിയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, പറ്റില്ല. തീർച്ചയായിട്ടും ആ പിന്തുണച്ചവരെ എല്ലാവരെയും തൂക്കും, അവരെല്ലാം പൊക്കും. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ സഹായിച്ചവരെല്ലാം പൊക്കിയിരിക്കും. ഇപ്പൊ പലരും നാട് വിട്ടിട്ടുണ്ടാവും ഇതുകൊണ്ട്. അങ്ങനെ ഒരു അവസരം കൂടി ഉണ്ട്, സാധ്യത കൂടിയുണ്ട്. പക്ഷെ എല്ലാ കണ്ണുകളും NIA എല്ലാ കണ്ണുകളും അങ്ങോട്ട് പോകും. അത്ര മണ്ടന്മാരായിട്ടുള്ള എവിടെ നാട് വിട്ടാലും പൊക്കും. അവരുടെ സ്കാനറിലായിരിക്കും നാട് വിടാൻ സാധ്യതയുള്ളവരുടെ ഒരു പട്ടിക അവരുടെ കയ്യിലുണ്ടാവും. അപ്പൊ അവര് ഇതിന്റെ സ്കാനറിൽ തന്നെ ആയിരിക്കും. വിമാനത്താവളത്തിൽ വെച്ച് പൊക്കും. കണ്ടില്ലേ നമ്മള് ആ PFന്റെ ആളിനെ, അവിടെ PFന്റെ SDPയുടെ ആളിനെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വെച്ച് കൈയോടെ പൊക്കിയത്. ഇപ്പം ഓൾറെഡി NIAക്ക് ചില വിവരങ്ങൾ ഉണ്ടായിരിക്കും ഇവിടെ. തീർച്ചയായിട്ടും ഉണ്ടാവും. ആ കണക്ഷൻസ് എല്ലാം US-ന്റെ കീഴിലാണെങ്കിലും അവിടുത്തെ കസ്റ്റഡിയിലായിരുന്നെങ്കിലും NIAക്ക് ഇതുമായി ബന്ധപ്പെട്ട് NIA പുറകെ ഉണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് അവിടുന്ന് കിട്ടിക്കാണും. NIAക്ക് അറിയാം എവിടൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അറിയാം. റഡാറിലുള്ള പല ആൾക്കാരും അറിവുണ്ടാവും. അതെ അതെ, അവരെല്ലാം പൊക്കുകയും ചെയ്യും. അവരോട് ചോദിച്ച് വീണ്ടും തെളിവുകൾ സാക്ഷികളും വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ വലിയൊരു കുറ്റപത്രമായിരിക്കും ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാവുക എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഒരുപാട് പേരെ നമ്മൾ തനിനിറം നമ്മളിപ്പോൾ കാണാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള ചില ഗൂഢനീക്കങ്ങളും ഇക്കാര്യത്തിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ശശി തരൂർ പറഞ്ഞു ഇത് ഏറ്റവും വലിയൊരു നേട്ടമാണ്. ചിദംബരം പറയുന്നത് ഞങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടാക്കി വെച്ച നേട്ടമാണ് ഇത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രാഷ്ട്രീയത്തിന്റെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു അഴുക്ക് ചാലുകൾ, ഇതുപോലുള്ള മഹത്തായിട്ടുള്ള അന്വേഷണങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുമ്പോഴും അഴുക്ക് ചാലുകൾ ഇങ്ങനെ ദുർഗന്ധം വരുത്തിക്കൊണ്ടേയിരിക്കുന്നതും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്.